ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, മല്ലു കപ്പിൾ ഓൺ ദ റോഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അങ്ങനെ ഇന്ന് ഇപ്പം നിലവിൽ ലണ്ടനിലെ സെക്കൻഡ് ഡേ ആണ്. നമ്മളിന്ന് ബക്കിംഗ്ഹാം പാലസ് കാണാൻ പോവാണ്. ഹോട്ടലിൽ നമ്മൾ ചെക്കൗട്ട് ചെയ്തു. ഇവിടെ നമ്മുടെ ഫെസിലിറ്റി ഉണ്ട്. പെട്ടി നമ്മളിവിടെ ഏർപ്പാടാക്കി അവർ ഹോട്ടലിൽ കീപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ ബക്കിംഗ്ഹാം പാലസ് ആണ് പോകുന്നത്. എൻ്റെ കസിൻസ് ആക്ച്വലി എൻ്റെ അമ്മാവൻ്റെ മക്കളാണ്. അവരാണ് ഞാൻ ഇന്നലെ പരിചയപ്പെടുത്തിയായിരുന്നു. നേരെ നമ്മുടെ ബക്കിംഗ്ഹാം പാലസിലേക്ക് വരുന്നതാണ്. പിന്നെ അനുവിൻ്റെ കസിൻ ഡോണ, പുള്ളിക്കാരിയും അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. സോ നമ്മളങ്ങനെ ഇവിടുന്ന് നമ്മുടെ ഈ ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. എലിസബത്ത് ലൈൻ എന്ന് പറഞ്ഞ ലൈനാണ്. അവിടെ നമ്മൾ പ്ലാറ്റ്ഫോം ബിയിൽ ഹീത്രൂ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ ബക്കിംഗ്ഹാം പാലസിന് പോകുന്നത്. എലിസബത്ത് ലൈൻ എന്ന് പറഞ്ഞാൽ മറ്റേ എലിസബത്ത് രാജ്ഞി മരിക്കുന്നതിന് മുമ്പ് ലാസ്റ്റായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് പോയ ലൈനാണ്. അതുകൊണ്ടാണ് ഞാൻ എലിസബത്ത് ലൈൻ എന്ന് പേരിട്ടത്. ഈ വഴിയാണ് ഓക്സ്ഫോർഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ. ഇവിടുന്ന് നമുക്ക് ശരിക്കും 1 മൈലാണ് ബക്കിംഗ്ഹാം പാലസിലേക്കുള്ളത്. പക്ഷെ നമ്മളിവിടുന്ന് ബസ് കയറിയാണ് പോകുന്നത്. YB എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പാണ് ഈ തൊട്ടടുത്ത് കാണുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന ബസ് ഏതാണ്? 390 എന്ന് പറഞ്ഞ ബസ്സാണ്. 390 ഇവിടെ എഴുതിയിട്ടാണോ? അതെ, 24 hours ഡെയിലി എല്ലാം. അങ്ങനെ ഏതായാലും നമ്മളിപ്പോൾ ബക്കിംഗ്ഹാം പാലസിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ ഏതാണ്ട് എത്തി കേട്ടോ. 1 മൈലും കൂടി ഉള്ളൂ. പിന്നെ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. നമുക്ക് ഡെയിലി പാസ് മേടിച്ചാൽ 15 പൗണ്ടാണ്. പക്ഷേ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്ത് പോയാലും 15 പൗണ്ട് ആയി കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ചെയ്തു. ഇന്നലെയൊക്കെ ഞങ്ങൾ പോയിട്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 5 പൗണ്ടിൽ താഴെ വന്നുള്ളൂ. നമ്മൾ വരുന്ന വഴിക്ക് എന്തോ പ്രൊട്ടസ്റ്റ് കാരണം ബസ് സർവീസ് ഫ്രണ്ടിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറങ്ങി നടക്കുവാണ് കേട്ടോ. ബക്കിംഗ്ഹാം പാലസ് ലക്ഷ്യം വെച്ച് കുറച്ചധികം ദൂരം നടക്കേണ്ട വരും. ഏതായാലും ഗൂഗിൾ മാപ്പ് ഉണ്ട്. നമുക്ക് നേരെ ബക്കിംഗ്ഹാം പാലസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബസ്സിൽ നിന്നിറങ്ങി ഗൂഗിൾ മാപ്പ് നോക്കി ഇടതും വലതും ഒക്കെ തിരിഞ്ഞ് നമ്മളൊരു സ്ട്രീറ്റിലെത്തിയപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റി കേട്ടോ. ആദ്യം ഞാൻ ഓർത്ത് ചുമ്മാ ഡെമോ പോലെ ഇങ്ങനെ പരസ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്നതായിരിക്കുമെന്ന്. പക്ഷേ ഇത് ഒറിജിനൽ കാർ തന്നെയാണ്. സ്റ്റിൽ റണ്ണിങ് ആണ്. ഏതായാലും നമുക്ക് ബസ് പണി മുടക്കിയതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിച്ചു. പാലസിന്റെ ഫ്രണ്ടിലുള്ള ഒരു ഗാർഡനാണ് കേട്ടോ അത്. ഇവിടെ നമ്മുടെ ജിത്തും വാവച്ചനൊക്കെ ഓൾറെഡി അവിടെ പാലസിന്റെ ഫ്രണ്ടിൽ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ബസ് ഇടയ്ക്ക് ട്രാഫിക്കിൽ പെടുകയും പിന്നെ ഇടയ്ക്ക് വെച്ച് സർവീസ് നിർത്തി നമുക്ക് നടക്കേണ്ടേയും വന്നതുകൊണ്ട് നമ്മളാണ് മിക്കവാറും ഏറ്റവും ലാസ്റ്റ് ചെല്ലാൻ പോകുന്നത്. ഏതായാലും ചെന്നിട്ട് നോക്കാം. നമ്മൾ ഫൈനലി ബക്കിംഗ്ഹാം പാലസിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അത് ശരിയാ, ഇതിന്റെ ഫ്രണ്ടിൽ കാനഡ എന്ന് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് എനിക്കും അറിയത്തില്ല. ഇവരിവിടെ പോസ്റ്റ് ആക്കി കേട്ടോ. ഏതായാലും 2 മണിക്കൂറോളം ഇവരുടെ പോസ്റ്റായിരുന്നു. നമ്മൾ ബസ് എടുത്ത് വന്നതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് വെച്ച് ബ്ലോക്കൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ ഏതായാലും പാലസിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ അല്ലേ നമ്മുടെ തൊപ്പി വെച്ച പട്ടാളക്കാരുള്ളേ. നമ്മുടെ പാലസിന്റെ ഫ്രണ്ടിൽ ആ ഗാർഡ്സ് ഒക്കെ നിൽക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ അത്. ഇത് നമ്മുടെ ക്വീൻ വിക്ടോറിയയുടെ മെമ്മോറിയലിന് വേണ്ടി കൺസ്ട്രക്ട് ചെയ്തതാണ്. ഇത് ഓരോ സൈഡിലും ഓരോ എൻട്രൻസ് ആണ് കേട്ടോ. മൊത്തം 4 എൻട്രൻസ് ആണ് ഇവിടെ ഉള്ളത്. അതിൽ നമ്മളിപ്പോൾ വന്ന ഓരോ എൻട്രൻസിലൂടെയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതാണ് ബക്കിംഗ്ഹാം പാലസ്. ആ പാലസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു സ്ട്രക്ചർ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്.
അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ബക്കിംഗ്ഹാം പാലസിൻ്റെ ഫ്രണ്ടിലെത്തി. നമ്മൾ രാവിലെ വന്ന് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് എന്നോട് ഓൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഞാൻ അവന് വേണ്ടി 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് വന്നത്. നേരത്തെ ഇൻഫോം ചെയ്തുകൊണ്ടാണ് അതെ, നേരത്തെ ഇൻഫോം ചെയ്തുകൊണ്ട് ഇല്ലെങ്കിൽ ഓടി എത്തില്ലായിരുന്നു. അങ്ങനെ ഏതായാലും നമ്മുടെ യാത്ര പറഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് എന്നാണ് 20 മിനിറ്റ് കിടക്കാണ്. നമ്മൾ അങ്ങോട്ട് പോകണം. അവിടെ അടുത്ത ആളെ കണ്ടുമുട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ബക്കിംഗ്ഹാം പാലസിനോട് നമ്മൾ വിട പറയുകയാണ്. നമ്മൾ അടുത്ത മേച്ചിൽപ്പുറം തേടി പോകുന്നു. അങ്ങനെ ദൂരെ കാണുന്ന കേട്ടോ ബക്കിംഗ്ഹാം പാലസ്. ആയിട്ട് നമ്മൾ ആ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. ഇതാണ് കേട്ടോ വെസ്റ്റ് മിനിസ്റ്റർ അബി എന്ന് പറഞ്ഞ ബിൽഡിങ്. ഇത് നമ്മുടെ ബക്കിംഗ്ഹാം പാലസിൻ്റെ നേരെ ഓപ്പോസിറ്റ് നടന്നു വരുമ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് ഈ സംഭവം ഉള്ളത്. അതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് നമ്മുടെ ലണ്ടൻ ഐ ആണ്. ഇവിടെയാണ് ശരിക്കും റോയൽ വെഡ്ഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിൻ്റെ ഒരു പോർഷനാണ് ഇത്. വലിയൊരു ബിൽഡിങ്ങാണ്, അതിൻ്റെ ഒരു പോർഷൻ മാത്രമാണിത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ട്രഫാഗർ സ്ക്വയറിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് ശരിക്കും ട്രഫാഗർ യുദ്ധത്തിന് ശേഷം ഉണ്ടാക്കിയതാണ്. 1200-കളിലാണ് ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയത് കേട്ടോ. ട്രഫാഗർ വാറിന് അവന്ന് മരിച്ചുപോയ സോൾജേഴ്സിന് മെമ്മോറിയൽസിനൊക്കെ വേണ്ടിയിട്ട് കൺസ്ട്രക്റ്റ് ചെയ്തതാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ കാണുന്നത് മുഴുവൻ ഈ ക്രിസ്മസ് സ്റ്റാളുകളാണ്. ആക്ച്വലി ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻസും അതിൻ്റെ കച്ചവടങ്ങളുമാണ് അവിടെ നടക്കുന്നത്. അതിൻ്റേതായ തിരക്കുകളാണ് കാണുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ശരിക്കും നമുക്ക് ഇന്ത്യൻ എംബസി ഉള്ളത്. ഇവിടെ നിന്ന് കുറച്ച് താഴേക്ക് പോകുമ്പോൾ ഇന്ത്യൻ എംബസി ഉണ്ട്. നമ്മളിപ്പോൾ ബക്കിംഗ്ഹാം പാലസിൽ നിന്ന് കയറി വന്നത് ഈ വഴിയിലൂടെയാണ്. ഇതിൻ്റെ ഈ തൊട്ട് നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ കനേഡിയൻ എംബസി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ബസ് കയറി ഇവിടെ ബേക്കർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റിലെത്തിയിരിക്കുകയാണ്. ബേക്കർ സ്ട്രീറ്റിലാണ് നമ്മുടെ മാഡം ടുസാഡ് ഉള്ളത്, അതായത് നമ്മുടെ വാക്സ് മ്യൂസിയം. നമ്മളവിടെ 3 മണിക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി ഒരു 15-20 മിനിറ്റ് നേരത്തെയാണ്.
ഈ നിൽക്കുന്നത് 2 സ്റ്റാച്ചു ആണെന്നാണ് കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചത്. പിന്നീട് ഇങ്ങനെ ആളുകൾ വന്നിരുന്ന് കഴിയുമ്പോൾ ഫോട്ടോയ്ക്ക് വേണ്ടി അവർ ഓരോരോ പോസ് ഇടുന്ന കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിങ്ങനെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് അവരിങ്ങനെ സോൾജിയേഴ്സിന്റെ വേഷം കെട്ടി ഇവിടെ നിൽക്കുന്നതാണെന്നുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസിന്റെ സ്റ്റാച്യൂസ് ഒക്കെ കണ്ടു. പിന്നെ മ്യൂസിക് സംബന്ധമായ കുറേ ആളുകളുടെ സ്റ്റാച്യൂസും കണ്ടു. നമ്മൾ നമ്മുടെ ജേർണി കണ്ടിന്യൂ ആണ്. ഇത് നമ്മൾ ബേസ്മെന്റിലേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഇവിടെ എന്തോ സ്കെയറി ആയിട്ടുള്ള സെറ്റപ്പാണ്. പഴയ ജയിലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നതെന്നാണ് പറഞ്ഞത്. എനിവേ നമ്മുടെ മുമ്പിലുള്ള വീഡിയോയ്ക്കകത്ത് ഒരുപാട് ഓഡിയോസ് നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ട വന്നു. വേറെ ഒന്നുമില്ല, ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് മ്യൂസിക്കുകൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ യൂട്യൂബിൽ ഇടുമ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാം വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നു കേട്ടോ. എനിവേ നമ്മളിപ്പം ബേസ്മെന്റിലേക്ക് ഇറങ്ങുവാണ്. ഇവിടെ എന്താ ഉള്ളതെന്നൊന്ന് പോയി കാണാം. ഇതിനകത്ത് അവരെ മണം വരെ വെച്ചിട്ട് ഇയാളാ നിങ്ങൾ. നമസ്കാരം. മണം ആക്കിയതാണ് കൃത്രിമമായിട്ട്. ഞാൻ ഫ്രണ്ടിൽ പോവാം. ഫ്രണ്ടിൽ പോവാന്ന് പറഞ്ഞു. ചിത്തുക്കൂട്ട ഇല്ല, വിട്ടിട്ട് പോവില്ല, കയ്യെ പിടിച്ചോ. These are all missing persons. Hello there, welcome to Charles' Yard. Come on in, have you seen anything suspicious? That is... ശരിക്കും ചോരയുടെ മണമുണ്ട് കേട്ടോ. ശരിക്കും ഒരു സ്കെയറി ഫീലുണ്ട് എന്നാണേലും. പേടിയുള്ളവരും പിള്ളേരും ദയവ് ചെയ്ത് ഈ സീൻ കാണരുത് കേട്ടോ. എന്നാണെങ്കിലും ഇത് കണ്ടില്ല, ഒരാളെ അതിൻ്റെ പകുതി മുറിച്ച് വീപ്പയ്ക്കകത്തിട്ട് ദ്രവിപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയാലോ? എന്നാ പാപ്പാ. ഒരു ഫീല് കിട്ടാൻ. Welcome. Come on in, my friend. As you enter, take a look at the gate. This gate would have had several tens of thousands of prisoners locked up behind it in the 200 years it was in service as the entrance to Newgate Prison. That's a real one? That's the real one. Oh, right. Oh, yes. Now, over here is our first inmate, Dennis Nielsen. Dennis killed 17 people. He was terrified of being alone, so he killed his friends so that he could keep them with him forever. Now, unfortunately for Dennis, after a while his friends started to smell, so he flushed them down the toilet. Oh. How did he get caught? His drain got blocked. And so, the man who killed to have friends ended up in prison forever. Now over here is the last woman that was ever executed in Britain. This is Ruth Ellis, and she was hanged in 1955 for shooting her lover. So, manslaughter was introduced as a secondary lesser charge of murder, which then still carried a death sentence. And 9 years later, the death penalty was stopped forever in the UK. The next thing I do
I'll clip the lady's ears off. I'll keep my word. I'll see you ripped up. I love my word, and I shall not stop. The next thing I do, I'll clip the lady's ears off. ഒരാള് പേടി കാരണം ഇവിടെ പാത്തിരിപ്പുണ്ട് കേട്ടോ. പേടി കാരണം അകത്തോട്ട് വളരെ പേടിക്കാനൊന്നും ഇല്ലായിരുന്നു. ഇതന്നെ ന്യൂസ് പേപ്പർ കൊണ്ട് തുണി ഉണ്ടാക്കിയ. അങ്ങനെ പേടിപ്പിക്കുന്ന സെക്ഷനൊക്കെ കഴിഞ്ഞു. നമ്മളത് അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. പിന്നെ ഈ ഒരു സെക്ഷൻ വേണമെങ്കിൽ ആളുകൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഇറങ്ങുന്നിടത്ത് തന്നെ ലെഫ്റ്റിലേക്ക് ഒരു ഡോർ ഉണ്ട്. അതിൽ കൂടെ ഇങ്ങ് പോന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇപ്പം ഈ വരുന്ന കോറിഡോറിലേക്ക് വന്ന് ചാടാം. ഡോണ എങ്ങനെയാട്ടോ വന്ന് ചാടിയത്? ടാക്സിയിൽ കയറിയില്ല എന്നുള്ളൊരു വിഷമം അങ്ങ് മാറ്റാം. ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. Welcome to the Spirit of London. To be or not to be. വില്യം ഷേക്സ്പിയർ. With it, death. The king of വിക്ടോറിയ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അപ്പോൾ ഈ ടാക്സി ഡ്രൈവ് വളരെ മനോഹരമായിരുന്നു കേട്ടോ. ടാക്സി ഡ്രൈവ് എന്ന് ഞാൻ പറയാൻ കാരണം ഒരു മിനി ടാക്സിയുടെ പേരൊക്കെ വെച്ച് ഒരു ചെറിയ ഒരു ഡ്രൈവാണ്. നല്ല രസമാണ്. അതിങ്ങനെ ട്രെയിൻ പോകുന്നു. നമ്മൾ ഓരോ കാഴ്ചകളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നമ്മളെ കാണിക്കുന്നു. അപ്പം നമ്മുടെ യൂറോപ്പിലുണ്ടായിരുന്ന വർഷങ്ങൾ കൊണ്ടുണ്ടായ മാറ്റങ്ങളും അതിനൊക്കെ നേതൃത്വം വഹിച്ച ആളുകളുടെ ഒരു സ്ട്രക്ചറാണ് അവരവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടാക്സി ഡ്രൈവ് ഏതാണ്ട് ഇവിടം കൊണ്ട് തീരുവാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്ന. യൂറോപ്പിൻ്റെ പ്രൗഢി തന്നെയാണ് അവരിവിടെ എടുത്ത് കാണിക്കുന്നത്. ഫ്രണ്ട്സ്, നമുക്കിവിടെ ഒരു മാർവലിൻ്റെ സിനിമാ ഷോ ഉണ്ട്. ആ സിനിമാ ഷോ കാണണമെങ്കിൽ നമ്മൾ 3D ഗ്ലാസ് വെക്കണം. ഏതായാലും നമുക്ക് സിനിമയൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. സ്റ്റോറിയും പോലത്തെ ഒരു സെറ്റപ്പ് ആട്ടോ. മാർവലിൻ്റെ സിനിമാ ഷോ ആണ്. 8 മിനിറ്റ്സ് ഉണ്ട്. നമ്മൾ 3D ഗ്ലാസ് ഒക്കെ വെച്ചാണ് കാണുന്നത്. സോ വീഡിയോ ആക്കിയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ മിനി സിനിമയൊക്കെ കണ്ട് നമ്മൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പരിപാടികളൊക്കെ ഏതാണ്ട് തീർന്ന മട്ടാണ് കേട്ടോ. വാക്സ് മ്യൂസിയത്തിൽ നിന്നും നമ്മൾ പയ്യെ എക്സിറ്റ് എടുക്കുകയാണ്. ടെൽ us what you think. 0 ആണ്.
ഇന്ന് ലണ്ടൻ മൊത്തം ഒന്ന് ചുറ്റിക്കണ്ടു. വാക്സ് മ്യൂസിയം ഒക്കെ പോയി. നമ്മളങ്ങനെ ഹോട്ടലിൽ വന്നു. നമ്മുടെ രാവിലെ എടുത്തു വെച്ചിരുന്ന പെട്ടിയെല്ലാം നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നു. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിന് തൊട്ടടുത്താണ്. ലണ്ടൻ ഹീത്രോ എയർപോർട്ടിൻ്റെ അടുത്തുനിന്ന് അവർ റെൻ്റേ കാർ എടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മളെടുത്ത് റെൻ്റേ കാറ്. ഇത് MGയുടെ വണ്ടിയാണ്. US നിന്ന് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഈ സൈഡിലായിട്ടോ ഡ്രൈവിംഗ് സീറ്റ്. അതൊരു കൺഫ്യൂഷൻ ആവും. എന്നാണെങ്കിലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പെട്ടിയെല്ലാം കയറ്റി വെക്കാൻ പോവാണ്. സോ ഇവിടുന്ന് നമ്മൾ ഇന്ന് രാത്രി ഒരു ഡ്രൈവ് പോവാണ്. എൻ്റെ ഒരു കസിൻ ഇവിടെ താമസിക്കുന്നുണ്ട്. പുള്ളിയുടെ വീട്ടിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. ജോബിൻ എന്നാണ് ആളുടെ പേര്. പിന്നെ എൻ്റെ വേറെ കസിനുണ്ട്. അവൻ ചിലപ്പം ജോബിൻ്റെ അടുത്തോട്ട് വരും, അല്ലെങ്കിൽ ഞങ്ങൾ നാളെ അവൻ്റെ വീട്ടിൽ പോയി അവിടെ പോയി പൊക്കും. അത് കഴിഞ്ഞ് നാളെ നമ്മളൊരു 4 മണിക്കൂർ നമ്മൾ നോർത്തിലേക്ക് പോകും. പിന്നെ ഒരു 5 മണിക്കൂർ സൗത്തിലേക്ക് വരും. അങ്ങനെ നമ്മൾ നാളെ ഫുൾ ഡേ ലണ്ടനിലെ റോഡിലെ ട്രിപ്പ് തന്നെയായിരിക്കും. ലണ്ടനിലെ റോഡിലെ വിശേഷങ്ങൾ ഞാനൊരു പുതിയ വീഡിയോ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുവാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫോർ നൗ.